ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിനെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്ന് നിഫ്റ്റി വീണ്ടും തിരിച്ചു കയറുന്നത് നമ്മൾ കാണാൻ സാധിച്ചത്. രാവിലെ വളരെ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിലായിരുന്നു മാർക്കറ്റ് തുടങ്ങിയെങ്കിലും ഉച്ചയ്ക്ക് ശേഷം പെട്ടെന്നായിരുന്നു നിഫ്റ്റിയുടെ തിരിച്ചുവരവ്. റിലയൻസിൻ്റെയും HDFC ബാങ്കിൻ്റെയും നല്ല റിക്കവറി മാർക്കറ്റിൽ കാണാൻ സാധിച്ചു. ഇപ്പോൾ പിന്നെ അതിനുശേഷമുള്ള കറൻ്റ്ലി ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ന്യൂസ് മാർക്കറ്റിനെ സ്വാധീനിച്ചു. റഷ്യൻ പ്രസിഡൻറ്റുമായിട്ടുള്ള മീറ്റിംഗ്, ചൈനയായിട്ടുള്ള മീറ്റിംഗ് എല്ലാം നല്ലൊരു ഘടകമായി മാർക്കറ്റ് പോസിറ്റീവാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ റിഫ്ലക്ഷൻ നമുക്ക് DIAയുടെ ബൈയിലും കാണാൻ സാധിച്ചു. ഇന്ന് DIA എന്ന് 10,864 കോടി ഒരു നെറ്റ് ബയേഴ്സ് ആയിരുന്നു. എന്നാൽ FIA എന്നും സെല്ലിങ്ങിലേറ്റാണ് പോയത്. 4,997 കോടിയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു FIA. നിഫ്റ്റി ഇന്ന് 21 പോയിൻറ്റ്സ് വന്ന് 24,596 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ബാങ്ക് 55,521 ക്ലോസ് ചെയ്തപ്പോൾ 110 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇന്ന് 188 പോയിൻറ്റ്സ് ഉയർന്ന് 56,938 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇന്ന് 17,692 ക്ലോസ് ചെയ്തപ്പോൾ 30 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. ഇന്ത്യ വിക്സ് ഇന്ന് 11.68 ക്ലോസ് ചെയ്തു. സെൻസെക്സ് 79 പോയിൻറ്റ്സ് ഉയർന്ന് 80,623 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഇന്ന് സപ്പോർട്ട് ലെവലിൽ 24,500 മെയിൻറ്റെയിൻ ചെയ്താണ് ഇന്ന് നിന്നത്. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി എനർജി, നിഫ്റ്റി ഇൻഫ്ര, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ്, നിഫ്റ്റി റിയാലിറ്റി എന്നീ സെക്ടേഴ്സ് റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കിയുള്ള സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ 59 പോയിൻറ്റ്സ് ഉയർന്ന് 23,808 ക്ലോസ് ചെയ്തു. നിഫ്റ്റി എനർജി 69 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 34,613 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 26,403 ക്ലോസ് ചെയ്തപ്പോൾ 32 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി FMCG 55,298 ക്ലോസ് ചെയ്തപ്പോൾ 67 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ 14,309 ക്ലോസ് ചെയ്തപ്പോൾ 86 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഇൻഫ്ര 8,996 ക്ലോസ് ചെയ്തപ്പോൾ 22 പോയിൻറ്റ്സിൻ്റെ കുറവ് കണ്ടു. നിഫ്റ്റി IT 34,726 ക്ലോസ് ചെയ്തപ്പോൾ 300 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മീഡിയ 1636 ക്ലോസ് ചെയ്തപ്പോൾ 16 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് കണ്ടത്. നിഫ്റ്റി മെറ്റൽ നിന്ന് 9310 ക്ലോസ് ചെയ്തപ്പോൾ 11 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 20 പോയിൻറ്റ്സ് കുറഞ്ഞ് 10,997 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഫാർമ 21,684 ക്ലോസ് ചെയ്തപ്പോൾ 161 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ കണ്ടു. നിഫ്റ്റി PSU ബാങ്ക് 20 പോയിൻറ്റ്സ് ഗെയിൻ ഉണ്ടായി 6909 ക്ലോസ് ചെയ്തു. നിഫ്റ്റി റിയാലിറ്റി എന്ന് 893 ക്ലോസ് ചെയ്തപ്പോൾ 1 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കാണാൻ സാധിച്ചത്. ലോസ് ആയാലും ഗെയിൻ ആയാലും എല്ലാം ബിലോ 1% ആയിരുന്നു ഇന്നത്തെ സെക്ടർ വൈസ് ഇൻഡെക്സിൽ കാണാൻ സാധിക്കുന്നത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 1,205 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,478 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. മിക്ക മാർക്കറ്റ് റിക്കവറി ഇന്ന് ഉണ്ടായത് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഹീറോ മോട്ടോകോപ്പ് 4.27% റാലി നടത്തി. ഇത് നിഫ്റ്റിക്ക് സപ്പോർട്ടായിരുന്നു. ടെക്കം 1.99% റാലി നടത്തി. JSW സ്റ്റീൽ 1.94%, ഇറ്റേണൽ 1.46%, വിപ്രോ 1.18%, HCL Tech 1.09%, ആക്സിസ് ബാങ്ക് 0.81%, മാരുതി 0.81%, ബജാജ് ഓട്ടോ 0.76%, ടാറ്റ സ്റ്റീൽ 0.74% ആണ് റാലി കാണാൻ സാധിച്ചത്. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അദാനി എൻ്റർപ്രൈസ് 2.36% റാലി നടത്തി, കുറവ് കണ്ടു. അദാനി പോർട്സ് 1.43% ഫോളോ കണ്ടു. ഗ്രാസിം 0.86%, ഹിന്ദുസ്ഥാൻ യൂണിലിവർ 0.77%, ട്രെൻഡ് 0.76%, M&M 0.67%, ശ്രീറാം ഫിനാൻസ് 0.57%, ഭാരതി എയർടെൽ 0.50%, ടൈറ്റാൻ 0.46% ആൻഡ് NTPC 0.45% ഫോൾ ആണെന്ന് കാണാൻ സാധിച്ചത്. ഇത് ബയേഴ്സ് എല്ലാം റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സിൻ്റെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ നിഫ്റ്റി 25,235 നിന്നത്. അവിടെ നിന്ന് 24,596 നിൽക്കുമ്പോൾ 2.54% ലോസ് ആണ് കഴിഞ്ഞ 12 മാസമായി നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ഈ വർഷത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 23,742 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 24,596 നിൽക്കുമ്പോൾ ആഫ്റ്റർ 7 മന്ത്സ് 3.59% പ്രോഫിറ്റാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 24,722 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 24,649 ക്ലോസ് ചെയ്തു. വെനസ്ഡേ 24,574 ക്ലോസ് ചെയ്തു. ഇന്ന് തേഴ്സ്ഡേ 24,596 ക്ലോസ് ചെയ്ത് ചെറിയൊരു റിക്കവറി നടത്തി. ഈ ആഴ്ച നിഫ്റ്റിയുടെ മൂവ്മെൻറ്റിൽ 0.13% പ്രോഫിറ്റ് മാത്രമാണ് കാണാൻ സാധിക്കുന്നത്.
ഇതാണ് ഇന്നത്തെ പ്രധാനമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ആൾ.